ശ്രീരാമൻ ഒരു രാജകുമാരനായിട്ടാണ് ജനിച്ചത്, സകല ഭാഗ്യങ്ങളോടും കൂടി. അന്നത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം ഒരു രാജാവായി വാഴിക്കപ്പെട്ടു. ചെറുപ്പത്തിൽ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ടായി. മനോഹരിയായ ഒരു രാജകുമാരിയെ വിവാഹം കഴിച്ചു. പിന്നെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടാകുന്നു. അതോടെ അദ്ദേഹം വനത്തിലേക്ക് അയക്കപ്പെട്ടു, തൻ്റെ പ്രിയപ്പെട്ട പത്നിയോടൊപ്പം. സീത ഒരു ആദിവാസി സ്ത്രീ ആയിരുന്നില്ല. അവരൊരു രാജകുമാരിയായിരുന്നു, കാട്ടിൽ ജീവിക്കാൻ ശീലിച്ചവളല്ല. ഒരുപക്ഷെ രാമാനന്ദ സാഗറിൻ്റെ സീരിയലിലെ രാമനെയും സീതയെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സുഖമായി കഴിയുന്നത് പോലെ. അതൊരു സഫാരി യാത്രയായിരുന്നു എന്ന് നിങ്ങൾ കരുതിയോ? അല്ല, അതൊരു ശിക്ഷയായിരുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ, നിങ്ങളെ 3 ആഴ്ച കാട്ടിൽ ഒറ്റയ്ക്ക് വിടുകയാണെന്ന് കരുതുക. ജീവൻ നിലനിർത്താൻ നിങ്ങൾ ഒറ്റയ്ക്ക് പൊരുതണം. 3 ആഴ്ച കഴിഞ്ഞു വരുമ്പോൾ നിങ്ങളെ ആർക്കും തിരിച്ചറിയാൻ പോലുമാകില്ല. നിങ്ങളുടെ അവസ്ഥ അതാകും. പ്രത്യേകിച്ച് സ്ത്രീകളോട് കൂടിയാണ് ഞാൻ പറയുന്നത്. സീത അവിടെ പോയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത വിധം നിങ്ങൾ മാറിപ്പോകും. ഞാൻ ആഴ്ചകളോളം കാട്ടിൽ കഴിഞ്ഞ് തിരികെ വീട്ടിൽ എത്തുമ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു. ശരീരം മുഴുവൻ പ്രാണികൾ കടിച്ച പാടുണ്ടാകും. 3-4 ആഴ്ച കൊണ്ട് മനുഷ്യൻ ആകെ മാറിപ്പോകും. അതത്ര എളുപ്പമല്ല, അത് കഠിനമാണ്. അങ്ങനെ 2 പേരും വനത്തിലേക്ക് അയക്കപ്പെട്ടപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി മാത്രം സഹോദരനും കൂടെ പോയി. ഇതൊന്നും പോരാഞ്ഞിട്ടെന്ന പോലെ ലങ്കയിൽ നിന്നുള്ളവർ വന്ന് ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം ഒരു രാജാവാണ്. ഭാര്യ നഷ്ടപ്പെട്ടാൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് ആരെയെങ്കിലും കല്യാണം കഴിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം അങ്ങനെയുള്ള ഒരാളായിരുന്നില്ല. അദ്ദേഹം ഭാര്യയെ അത്രമേൽ സ്നേഹിച്ചിരുന്നു. തെക്ക് ദിശയിലേക്ക് 2700 കിലോമീറ്റർ നടന്നു പോകാൻ മാത്രം സ്നേഹമുണ്ടായിരുന്നു. വിമാനത്തിലല്ല, നടന്നു തന്നെ. രാവണൻ പോയത് വിമാനത്തിലായിരുന്നു, പക്ഷെ രാമൻ നടന്നാണ് പോയത്. ശരിയല്ലേ? സീത എവിടെയാണെന്ന് പോലും അറിയാതെ 2700 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. അദ്ദേഹം സീതയെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടാകണമല്ലേ അങ്ങനെ ചെയ്യാൻ? ശരിയല്ലേ? അദ്ദേഹം അവിടെ എത്തി. സീത എവിടെയാണെന്ന് കണ്ടെത്തി. കടൽ കടക്കാൻ ഒരു പാലം പണിയേണ്ടി വന്നു. അതവിടെ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടതാണ്. അപ്പുറം കടന്ന് യുദ്ധം ചെയ്ത് ഒരു സുന്ദര നഗരം തന്നെ അദ്ദേഹം ചുട്ടരിച്ചു. ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പക്ഷത്തുള്ളവരും മരിച്ചു. എങ്ങനെയൊക്കെയോ ഭാര്യയെ വീണ്ടെടുത്ത് തിരികെ വീട്ടിലെത്തിച്ചു. അപ്പോൾ അവർ ഗർഭിണിയാണ്. അന്ന് സോണോഗ്രാമില്ല. അത് ഒരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഒരു രാജാവിനെ സംബന്ധിച്ച് ഇത് പ്രധാനമാണ്. ഒരു ചക്രവർത്തി എന്ന നിലയിൽ തൻ്റെ പിൻഗാമി ആരാണെന്ന് അറിയേണ്ടതുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് അറിയില്ലായിരുന്നു. വീണ്ടും സാഹചര്യങ്ങൾ കൈവിട്ടുപോയി. വീണ്ടും സീതയെ കാട്ടിലേക്ക് അയക്കേണ്ടി വന്നു, പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ. ആ സംഭവങ്ങൾ അങ്ങനെ തുടർന്നു. അതിനിടയിൽ അദ്ദേഹം രാജ്യം ഭരിക്കുകയാണ്. മറ്റൊരു വിവാഹത്തെക്കുറിച്ചോ ബന്ധത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ അദ്ദേഹം ഭരണം തുടർന്നു. പിന്നീട് മറ്റൊരു സാഹചര്യമുണ്ടാകുന്നു. നോക്കൂ, ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും മോശം കാര്യം അറിഞ്ഞോ അറിയാതെയോ സ്വന്തം മക്കളെ കൊല്ലാൻ ശ്രമിക്കുക എന്നതാണ്. സ്വയം ചെയ്യാവുന്ന ഏറ്റവും ക്രൂരമായ കാര്യമാണ്, അല്ലേ? അദ്ദേഹം സ്വന്തം മക്കളെ ഏതാണ്ട് കൊല്ലാൻ ഒരുങ്ങിയതാണ്. സ്വന്തം മക്കളാണെന്നറിയാതെ അവരെ വധിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഭാഗ്യത്തിന് അത് സംഭവിച്ചില്ല. ഇല്ലെങ്കിൽ അദ്ദേഹം അവരെ വധിക്കുമായിരുന്നു. പിന്നെ അദ്ദേഹത്തെ കാണാൻ കഴിയാതെ കാട്ടിൽ വെച്ച് സീത മരിക്കുന്നു. ഇതിനെ നിങ്ങൾ ഒരു വിജയകരമായ ജീവിതമെന്ന് വിളിക്കുമോ? ഇല്ല. പക്ഷേ നമ്മൾ അദ്ദേഹത്തെ വണങ്ങുന്നു. കാരണം തൻ്റെ വ്യക്തിജീവിതത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായപ്പോഴും സാധാരണക്കാരായ മനുഷ്യർക്ക് ഇതിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവർ തകർന്നു പോകും. ജീവിതത്തിൽ ഒന്നിന് പിറകെ ഒന്നായി ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും ആ മനുഷ്യൻ ദേഷ്യക്കാരനോ വിദ്വേഷമുള്ളവനോ വെറുപ്പുള്ളവനോ ആയി മാറിയില്ല. അദ്ദേഹം സമചിത്തത പാലിച്ചു. തൻ്റെ കടമകൾ കൃത്യമായി നിർവഹിച്ചു. അതെത്രത്തോളമെന്നാൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന കാലത്ത്
ഒരു മാതൃകാ ഭരണത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിച്ചത് രാമരാജ്യം എന്ന വാക്കാണ്. അതെ, രാമരാജ്യത്തിൽ ജനങ്ങൾക്ക് നല്ല ജീവിതമായിരുന്നു. പക്ഷെ രാമനൊട്ടും നല്ല കാലമായിരുന്നില്ല, അല്ലേ? അദ്ദേഹത്തിന് വളരെ മോശം സമയമായിരുന്നു. ലോകം അദ്ദേഹത്തോട് എന്തു ചെയ്താലും ജീവിതത്തിലെ ഓരോ നിമിഷവും അദ്ദേഹം തൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ ഒരു സ്വാതന്ത്ര്യമാണത്. ജീവിതം നിങ്ങൾക്ക് നേരെ എന്ത് വലിച്ചെറിഞ്ഞാലും ചുറ്റുമുള്ള എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ ഏറ്റവും മികച്ചത് നൽകുക. ആ ഒരു ഗുണം കാരണമാണ് 6000 വർഷങ്ങൾക്ക് ശേഷവും ഒരു മികച്ച ഭരണത്തെ നമ്മൾ രാമരാജ്യം എന്ന് വിളിക്കുന്നത്. കാരണം ഇതാണ് നമ്മുടെ ജീവിതം. എനിക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിക്കാവൂ എന്ന് കരുതിയാൽ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ദർശനത്തിലായാലും പ്രവൃത്തിയിലായാലും എന്തു വന്നാലും അതിനെ ഒരു വലിയ സാധ്യതയാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയണം. ആ ഒരു മനോഭാവമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ആ ഗുണത്തെയാണ് നമ്മൾ വണങ്ങുന്നത്. പുറത്തെ സാഹചര്യങ്ങൾക്ക് അദ്ദേഹത്തെ തളർത്താൻ കഴിഞ്ഞില്ല. ലോകം അദ്ദേഹത്തോട് പലതും ചെയ്തു, ഒരുപാട് ക്രൂരതകൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ മാറ്റാൻ അതിനായില്ല. അദ്ദേഹം ആരാണെന്ന് തീരുമാനിച്ച അദ്ദേഹം തന്നെയാണ്.